അജപാലകൻ ഇന്ന് മെയ് മാസം 26-ാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ കുർബാനയുടെ വായന ലൂക്കയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 11 മുതൽ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാർ 10 പേരെ വിളിച്ച് 10 നാണയങ്ങൾ അവയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യും. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന് അവരെ വിളിക്കാൻ അവർ കൽപ്പിച്ചു. ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ തന്ന നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരുന്നു. രണ്ടാമൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ തന്ന നാണയം 5 കോടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറെ ഒരുവൻ വന്ന് പറഞ്ഞു, യജമാനെ, ഞാൻ തുണിയിൽ വെച്ച് പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിൻ്റെ നാണയത. നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ കർക്കശനും വയ്ക്കാത്ത എടുക്കുന്നവനും വിതയ്ക്കാതെ കൊയ്യുന്നവനുമാണെന്ന് അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്ത കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നുവല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ നാണയം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവരിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട് പറഞ്ഞു, യജമാനെ, അവന് 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവന് ഉള്ളതുപോലെ എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം താലന്തുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. വായനയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യേശു പറഞ്ഞ 2 ഉപമകളെ സുവിശേഷകൻ സംയുക്തമായി അവതരിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാകും. രാജാവിൻ്റെ ഉപമയും താലന്തുകളുടെ ഉപമയാണ്. രാജാവിൻ്റെ ഉപമയിൽ രാജപദവി സ്വീകരിക്കുവാൻ പ്രഭു ചക്രവർത്തിയുടെ അടുത്തേക്ക് പോകും. ഒരുവനെ കൊല്ലുവാൻ രാജപദവിയുള്ളവന് അധികാരമുണ്ട്. ഒരുവനെ കൊല്ലുവാൻ അധികാരം രാജാവ് കൽപ്പിച്ചാൽ ആരും അതിനെ ചോദ്യം ചെയ്യുകയില്ല. പ്രമുഖന്മാർക്ക് ഒരുവനെ കൊല്ലുവാൻ അധികാരമില്ല. രാജപദവി ആഗ്രഹിച്ച പ്രഭു ദുഷ്ടനും ക്രൂരനുമാണ്. നാട്ടുകാർ അയാളെ വെറുക്കുന്നു, ഭയപ്പെടുന്നു. ജനം സംഘടിച്ച് പ്രതിനിധി സംഘത്തെ ചക്രവർത്തി അരികിലേക്ക് ചെന്ന് സങ്കടം ബോധിപ്പിച്ച് രാജാവ് ആകാതിരിക്കാൻ ശ്രമം നടത്തി. പ്രഭു ചക്രവർത്തിയെ സ്വാധീനിച്ച് രാജപദവി നേടിയെടുത്തു. പുതിയ രാജാവ് ആദ്യം ചെയ്തത് ചക്രവർത്തിയുടെ പക്കലേക്ക് പോയ പ്രതിനിധികളെ വിളിച്ചു വരുത്തി തൻ്റെ കൺമുമ്പിൽ വെച്ച് കഴുത്തുവെട്ടി കൊല്ലുക ആണ് ചെയ്തത്. അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ പുതിയ രാജാവിന് അവർ എന്നും ഭീഷണിയായി തുടങ്ങി. പ്രഭുക്കന്മാർ സംഘടിച്ച് രാജാവിനെ കൊന്നേക്കാൻ സാധ്യതയുണ്ട്. സന്ദേശം ഇതാണ്: ദൈവം അയച്ചതും അംഗീകരിച്ചതുമായ രാജാവാണ് യേശു. ഇന്ന് രാജാവിനെ എതിർക്കുന്നവരും അംഗീകരിക്കുന്നവരും അവർക്ക് പ്രതിനിധികൾക്ക് ലഭിച്ചതുപോലെ അത് അധികമായി സഹിക്കേണ്ടി വരും. രണ്ടാമത്തെ ഉപമ താലന്തുകൾ വെച്ച ഉപമയാണ്. താലന്ത് എന്ന് പറയുന്നത് തൂക്കാണ്, സ്വർണ്ണമോ വെള്ളിയോ ആകാം. വലിയ തുകയെന്ന് മനസ്സിലാക്കിയാൽ മതി. രാജാവാകാൻ ശ്രമിച്ച പ്രഭു റോമയിലേക്ക് രാജപദവി പോയതുപോലെ
യേശു വിധികർത്താവായി തിരികെ വരും. ഇന്നത്തെ പോലെ വാഹനങ്ങളോ റോഡുകളോ ഇല്ലാത്ത കാലത്ത് യാത്ര കഴിഞ്ഞ് തിരികെ എത്തുവാൻ ദീർഘമായ കാലമെടുക്കും. സമ്പന്നനായ പ്രഭു തൻ്റെ സമ്പാദ്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന 10 പേരെ നിയോഗിച്ചു. ഓരോ താലന്ത് വീതമാണ് അവരെ ഏൽപ്പിച്ചിരുന്നത്. സാമർഥ്യമനുസരിച്ച് സ്വർണ്ണ കച്ചവടം, ചക്ക കച്ചവടം, കുരുമുളക് കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ വഴി അവരെ സമ്പാദിച്ചു. പ്രഭു രാജാവായി തിരികെ വന്നപ്പോൾ പണം മുഴുവൻ ലാഭത്തോടു കൂടി തിരികെ വന്നു. സാമർഥ്യം തെളിയിച്ച തോതിൽ 1 10 10 മുനിസിപ്പാലിറ്റികളുടെ 10 മുനിസിപ്പാലിറ്റികളുടെയും 1 5 5 മുനിസിപ്പാലിറ്റികളുടെയും അങ്ങനെ എല്ലാവർക്കും അവരുടെ കഴിവുകൾ തെളിയിച്ചതനുസരിച്ച് ഉയർത്തിയത്. ഒരാൾ മാത്രം രാജാവിനും ഭയന്ന് പണം ഒളിച്ചു സൂക്ഷിച്ചു. അവൻ പറഞ്ഞ കാരണങ്ങൾ അവന് തന്നെ വിനയായി. അവൻ്റെ വിവരമില്ലായ്മയുടെ തെളിവായി മാറി. നിന്നെ ഞാൻ ഭയന്നു, നീ കർക്കശനാണ്, വയ്ക്കാത്ത എടുക്കുന്നവനാണ്, വിതയ്ക്കാത്ത കൊയ്യുന്നവനാണ്. അവൻ പറഞ്ഞ വാക്കുകൾ അർത്ഥം നീ മനസാക്ഷിയില്ലാത്തവനാണ്, കടുംപിടുത്തക്കാരനാണ്, മോഷ്ടാവാണ്, വിവേകമില്ലാതെ സമ്പാദിച്ച രാജാവിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രഭു രാജാവായി വിവരം മറന്നും വിവേകമില്ലാതെ സംസാരിച്ചു. കൊല്ലുവാൾ അധികാരം ഉപയോഗിച്ച് കഴിവ് കെട്ടവരെ കശാപ്പ് ചെയ്തു. സന്ദേശത്തിൻ്റെ അടിത്തമാണ് വിശ്വാസം എന്ന നിധി സ്വീകരിച്ചവരാണ് ഓരോ വിശ്വാസിയും. ലഭിച്ച വിശ്വാസം, പ്രാർത്ഥന, പഠനം, സൽകൃത്യങ്ങൾ എന്നിവയിലൂടെ വളർത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. വളർത്താൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ലഭിച്ച വിശ്വാസം ക്ഷയിച്ചു പോകും എന്നുകൂടി അതിനർത്ഥമുണ്ട്.